ഹായ് ജോൺ. സോ എന്റെ പേര് അരുൺ. ഞാനെന്നുള്ളത് കലിയർ TMD-യിലാണ്. സോ ഇവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ് HR ഉബൈസ. സോ സാറാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. സാറിനോട് കൂടുതൽ കരിയർ ഇൻസൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സാറിനോട് പോയി ചോദിച്ചത്. സോ സാർ വെൽക്കം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാർ ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സാർ ഇപ്പോ ഇവിടുത്തെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് HR ജേർണിയിലേക്ക് സാറിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ MBA ആണ് ചെയ്തിരുന്നത്. MBA മാർക്കറ്റിംഗ് ആയിരുന്നു. KMM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തൃക്കാക്കരയിലാണ് MBA ചെയ്തിരുന്നത്. നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് സെം ഒരു 2 മാസത്തെ ഇന്റേൺഷിപ്പ് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ പ്രൊജക്ട് ചെയ്യാനാണ് കള്ളിയത്തിലേക്ക് എത്തിയത്. 2022 ആ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കള്ളിയത്തിലേക്ക് എത്തിയത്. അതെ, ഇന്റേൺഷിപ്പിനായിട്ടാണ് കള്ളിയത്തിലേക്ക് വരുന്നത്. ഇവിടെ തന്നെ അതെ, നമ്മുടെ 2 മാസം ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു HR എക്സിക്യൂട്ടീവ് ഓപ്പണിംഗ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്റേൺഷിപ്പ് പീരീഡിൽ ഒരു എംപ്ലോയിനെ പോലെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം കമ്പനി ഒരു ഓപ്പണിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഓപ്പണിംഗിലേക്ക് കൺസിഡർ ചെയ്യായിരുന്നു. അതിനുശേഷം ഒരു 1 ഇയർ കഴിഞ്ഞ് 1.5 ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് HR എക്സിക്യൂട്ടീവ് സീനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ള ലെവലിലേക്കുള്ള അടുത്ത പ്രൊമോഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ കറന്റ് സീനിയർ എക്സിക്യൂട്ടീവ് HR അഡ്മിനാണ്. എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ HR ഫീൽഡിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് സാർ ഇവിടേക്ക് എത്തിയത്. അത് സാർ ഓട്ടോമാറ്റിക് HR അങ്ങനെ എത്തിപ്പെട്ടതാണ്. ബേസിക്കലി എന്റെ ബ്രദർ ഒരു HR പ്രൊഫഷണലാണ്. പുള്ളിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കാണുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പീപ്പിൾ ഇന്ററാക്ഷൻ കാര്യങ്ങളെല്ലാം ഒരുപാട് കൂടുതൽ വരുന്നത്. അപ്പോ ആ ഒരു പ്രൊഫൈലാണെങ്കിലും ആ ഒരു പാഷനേറ്റ് ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു HR പ്രൊഫൈൽ. അപ്പോ അങ്ങനെ അതിലേക്ക് എത്തിയതാണ്. സാർ കയറിയത് ഇപ്പോ ഒരു ഫ്രഷറായിട്ടാണ്. ഇപ്പൊ സീനിയർ എക്സിക്യൂട്ടീവ് സാർ സോ ആ ഒരു ട്രാൻസിഷൻ അത് സാർ ഫേസ് ചെയ്ത ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ അതെന്തായാലും നമ്മളൊരു ഫ്രഷറായിട്ട് കയറുമ്പോൾ ഇന്റേൺഷിപ്പിനായിട്ട് വരുമ്പോൾ നമ്മൾ കോളേജിൽ പോകുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജിൽ ഉള്ള കാര്യങ്ങൾ ഒന്നുമല്ല നമുക്കൊരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് വരുന്നത്. നമുക്ക് കോളേജിൽ പറ്റില്ല എന്ന് തോന്നിയാൽ ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. തീർച്ചയായിട്ടും ക്ലാസ് കെട്ടിയില് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിലുള്ളതാണ്. നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേണിങ്സ് കിട്ടേണ്ടതായിട്ടുണ്ട്. അതില് എനിക്ക് കള്ളിയത്തെന്ന് പറയുകയാണെങ്കിൽ കള്ളിയത്തുനിന്ന് നമ്മുടെ HR മാനേജർ ആശാ മാം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റന്റ് മാനേജർ ദിനു സാർ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എ ഫ്രഷറിന് വരുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ ഇയേഴ്സ് കഴിയുന്നതോറും നമുക്ക് ഒരുപാട് ലേണിങ്സ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫീൽഡിൽ വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ എന്തായിരിക്കും സാർ സെർച്ച് ചെയ്യാം? നമുക്ക് ബേസിക്കലി HR കോർ ഡൊമൈനിൽ നമുക്ക് ഡിഫറെന്റ് ആസ്പെക്ട് ഉണ്ട്. റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ഡെവലപ്മെന്റ്, ആ ഒരു രീതിക്ക് വരുന്നത്. പിന്നെ പേറോള്, സ്റ്റാറ്റ്യൂട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ടാലന്റ് അക്വിസിഷൻ, എന്റെ റിക്രൂട്ട്മെന്റ് ആണ്. അതെ, ഹയറിംഗ് ആണ് മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. കള്ളിയത്ത് ഗ്രൂപ്പിനുള്ളിൽ നമുക്കൊരു 10-ലധികം കമ്പനീസ് ഉണ്ട്. ബേസിക്കലി കള്ളിയത്ത് TMT, ഭാരതി TMT, അതുപോലെ തന്നെ KKR കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, പിന്നെ K ഹോംസ്, അങ്ങനെ ഒരു 10ഓളം കമ്പനീസ് ഉണ്ട്. ഈ എല്ലാ കമ്പനിയും അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി ഉണ്ട്, വെസ്ലീസ് റെസ്റ്റോറന്റ്. ആ ഒരു സെഗ്മെന്റിലേക്ക് എല്ലാത്തിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അറ്റ് എ ടൈം നമുക്ക് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കഞ്ചിക്കോടാണ്, സ്റ്റീലിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത്. പിന്നെ ലാർജ് സ്കെയിൽ സെയിൽസ് വരുന്നുണ്ട്. കേരള ആൻഡ് തമിഴ്നാട് ഓപ്പറേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ ഇൻഡസ്ട്രി, ഓൺലി ഇറ്റാലിയൻ വരുന്ന ഹോട്ടൽ ഇൻഡസ്ട്രി വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതോടകം തന്നെ നമ്മൾ ഒരു 10-200ഓളം പ്രൊഫൈല് ഇതോടകം തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഹയറിംഗ് കൺസേൺ നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ ഫീൽഡിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ? ബേസിക്കലി നമുക്കിപ്പോ MBA തന്നെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ HR ഡൊമൈനിലേക്ക് നമ്മൾ ഇവിടെ കറന്റ് നമ്മൾ നോക്കുന്നത്. HR ആൻഡ് മാർക്കറ്റിംഗ് ഇപ്പൊ കറന്റ് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ HR ഡൊമൈൻ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ അഡീഷണലി ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ ഈ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 5 ഇയേഴ്സ് ബാക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ രീതിയിലല്ല ഇപ്പൊ ഇത് വർക്ക് ചെയ്യണം. ഈ ഇൻഡസ്ട്രിയുടെ ട്രെൻഡ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മളെ ഇപ്പൊ HR എന്നുള്ള രീതിയിലും സാറായാലും സാറ് സ്റ്റാർട്ടിങ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇപ്പൊ സാറ് മെയിൻ യൂസ് ചെയ്യുന്ന ടൂൾസോ അങ്ങനെയുള്ള കാര്യം. അതിനകത്തുള്ള സാറിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, നമുക്കിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രി ട്രെൻഡ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട്.
ഫോർ എക്സാമ്പിൾ നമ്മള് ലിങ്ക്ഡിൻ കുറച്ചുകൂടെ Achieve. ആക്റ്റീവ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റാഡ്സ്, ഗൂഗിൾ മെറ്റാഡ്സിലേക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഓൾ കേരള ലെവലിൽ ജോബ് ഫെയർസ് ലൈക്ക് എംപ്ലോയബിലിറ്റി സെന്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും അതുപോലെ GTech അതുപോലെയുള്ള പ്രൈവറ്റ് സെഗ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും നമ്മൾ ജോബ് ഫെയറിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു നല്ല വോളിയം ഓഫ് റിക്രൂട്ട്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജോബ് ഫെയർസ് അതുപോലെ തന്നെ ഒരുപാട് ഫ്രഷേഴ്സ് ലൈക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, അതുപോലെ തന്നെ MBA, അതുപോലെ ഒരുപാട് ഫ്രഷേഴ്സിനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്താ പേര്? ഇപ്പൊ ഹയർ ചെയ്യാനായാലും അല്ലാതെ ഇപ്പോ ഡാറ്റാസ് റിസർച്ച് ചെയ്യാനായിട്ടായാലും ടെക്നോളജീസ് സാർ മെയിൻ ആയിട്ട് എന്തെങ്കിലും ഡാറ്റാസ് യൂസ് ചെയ്യും? സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ടാലന്റ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ജോബ് പോർട്ടൽസ് ലൈക്ക് ലിങ്ക്ഡിൻ, ഇൻഡീഡ്, പിന്നെ അതുപോലെ തന്നെ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് കുറച്ചുണ്ട്. പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന എക്സ്പേഷ്യ എന്ന് പറഞ്ഞ പോലത്തെ പ്ലാറ്റ്ഫോംസ് എല്ലാം ഉണ്ട്. നമ്മൾ അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് മെറ്റ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റ പെയ്ഡ് ആണ് എങ്കിലും നമുക്ക് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ HR ഫീൽഡിലേക്ക് ഇപ്പൊ കുറെ ഫ്രഷേഴ്സ് ആയാലും പഠിച്ചിറങ്ങുന്നുണ്ട് MBA കഴിഞ്ഞ്. സോ ഈ HR ഫീൽഡിലേക്ക് ഒരു പുതിയതായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കും സാറിന്റെ എക്സ്പീരിയൻസ് ആണ് സാർ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോ റിക്രൂട്ട്മെന്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്ര ടൈം പീരീഡിനുള്ളിൽ 9:30 to 5:30 ഉള്ളിൽ കോള് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കും. നമ്മൾക്ക് എപ്പോ കോള് വന്നാലും നമ്മൾ അത് എടുക്കാനായിട്ട് ബാധ്യസ്ഥരായിരിക്കും. അത് ശരിക്കും ഒരു ജോലിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 5:30 അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞ് നമുക്ക് കോൾ എടുക്കാൻ വേണ്ടി. പക്ഷെ ഏറ്റവും ഒരു റിക്രൂട്ട്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള CV ആയിരിക്കും നമ്മളെ വിളിക്കുന്നതെന്ന് പ്രതീക്ഷിച്ച് ഓരോ കോളിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കും. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ലൈക്ക് നമ്മളിപ്പോ പഠിച്ചിറങ്ങിയ ഉടനെ കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് പോസ്റ്റ് ചെയ്താലും നമ്പർ ഓഫ് ഒരുപാട് കുട്ടികളാണ് വരുന്നത്. കോമ്പറ്റീഷൻ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് വരുന്നത്. അതെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇന്റേൺഷിപ്പുകളാണെങ്കിലും പ്രോപ്പർ ആയിട്ട് ഇന്റേൺഷിപ്പുകൾ ചെയ്യുക. ജസ്റ്റ് ഒരു പേരിന് സർട്ടിഫിക്കേഷന് വേണ്ടി പോകുന്നതിലുപരി നിങ്ങൾ ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ 45 days ആണെങ്കിൽ 45 days പോവുക. ചില കുട്ടികൾ ഇപ്പോ വരുമ്പോ ഒരു 10 ദിവസം വരിക, എന്നിട്ട് ബാക്കിയുള്ള ദിവസം സർട്ടിഫിക്കറ്റ് മേടിച്ച് പോവാം. സർട്ടിഫിക്കേഷന് വേണ്ടി മാത്രമല്ല നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയിലേക്കുള്ള തുടക്കം കൂടിയാണ്. ഒരു കമ്പനി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അവിടുത്തെ വർക്ക് കൾച്ചർ എന്താണെന്നും. ഇനി HR ഡൊമൈനിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അണ്ടറിലേക്ക് വരുന്ന എൻ്റെ ഇന്റേൺസിനും നമ്മൾ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണെന്നും അതുപോലെ ജോബ് പോർട്ടൽസ് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഫസ്റ്റ് റൗണ്ട് ടെലിഫോണിക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അത് CV സ്ക്രീനിങ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഒരു ട്രെയിനിങ് പോലെ തന്നെ നമ്മൾ കൊടുക്കും. So, it's a great experience. Thank you, sir.